സലീം കുമാർ എന്ന അതുല്യ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ആ അസുഖങ്ങൾ കാരണം അദ്ദേഹം അനുഭവിച്ച വേദനയെക്കാട്ടിലും വലിയ വേദനകളായിരിക്കും ഇന്ന് അങ്ങ് സ്വർഗത്തിലിരുന്ന് ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിനിയാൻ ജോർജ്, എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ? ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. മെയിൻ സ്ട്രീം ചാനലുകളിലും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകളിൽ വരുന്ന വീഡിയോകളുടെയൊക്കെ അടിയിൽ ദുഷിച്ച ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്. പല ആളുകളും, സിനിമയിലുള്ള ആളുകൾ പോലും അതെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ മാറ്റിവെക്കൂ, അതിലേക്ക് പോകാം. അതിനു മുമ്പ് റിനിയാൻ ജോർജ്, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കും റിനിയാൻ ജോർജിനെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലേക്കും വരുന്നൊരു പേരാണ് റിനിയാൻ ജോർജ്. ആ റിനി ഇന്നലെ ടൗൺ ഹാളിൽ നമ്മുടെ സലീം കുമാർ ഏട്ടൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ വന്ന് നിന്ന് കാണിച്ച ചില പ്രകടനങ്ങൾ, എങ്ങനെ പറ്റുന്നു നിങ്ങൾക്കിതൊക്കെ? എങ്ങനെ പറ്റുന്നു? ദിലീപേട്ടൻ്റെ ഫ്രണ്ടിൽ പോയി കുമ്പിടുന്നത് കണ്ടല്ലോ ചിരിച്ചോണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അദ്ദേഹമൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തോ മോശക്കാരനായിരുന്നല്ലോ. ആയിക്കോട്ടെ, വോട്ടവോ. പക്ഷേ ഒരു ഭൗതിക ശരീരം, ഒരു മരണം നടന്ന ആ വ്യക്തിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എങ്ങനെ ഇങ്ങനെ ചിരിക്കാനൊക്കെ പറ്റുന്നു റിനിയാൻ ജോർജ്? ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. കടക്ക് പുറത്ത് എന്നൊരു ഡയലോഗ് ഇവിടെ ഇല്ല. അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. വീഡിയോയ്ക്കും ഒരു ലൈക്ക് തരിക. ഇനി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പ്രധാനപ്പെട്ട വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ റിനിയാണ് അവിടെ നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. റിനി, നിങ്ങൾക്ക് ഒരു ഇച്ചിരി ബോധമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ ക്യാമറയിൽ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ എടുത്ത് പബ്ലിസിറ്റി തരുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാം, മോനെ വേണ്ട, ഇവിടെ വെച്ചത് വേണ്ട എന്ന് പറയാനുള്ളൊരു സാമാന്യ മര്യാദ നിങ്ങൾക്കുണ്ടോ റിനി? ഇതൊരു തുടക്കം മാത്രം. അടുത്തൊരു വീഡിയോ കാണാം നമുക്ക്. സലീം കുമാർ ഏട്ടനെ നിങ്ങൾ മര്യാദയ്ക്കൊന്ന് നോക്കിയോ റിനി? റിനിയാൻ ജോർജ്, നിങ്ങളോടുള്ള ചോദ്യമാണ്. മര്യാദയ്ക്ക് ആ മനുഷ്യന്റെ മുഖത്തേക്ക്, ആ ഭൗതിക ശരീരത്തേക്ക് ഒന്ന് നോക്കിയോ നിങ്ങൾ അവിടെ നിൽക്കുന്ന ദിലീപേട്ടനെ കണ്ട് തൊഴുത്? അല്ല, എങ്ങനെ പറ്റുന്നു? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. സ്ത്രീകൾക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നവന്മാരെയൊക്കെ മാറ്റി നിർത്തിയേക്കണം, അവന്മാരോടൊന്നും നമ്മൾ കൈ കൊടുക്കാനോ മിണ്ടാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? ഇപ്പൊ എന്നിട്ട് എന്താ ഈ കാണിക്കുന്നത്? അല്ല, നിലപാടില്ല എന്ന് നേരത്തെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, പക്ഷെ ഇത്തിരി സ്വബോധത്തോടെ ചിന്തിക്കാനുള്ള ആ ഒരു സംഗതി അതൊന്ന് കാണിച്ചുകൂടാ നിങ്ങൾക്ക്? എവിടെയാ നിൽക്കുന്നത്? എവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്? ചേച്ചി ബുദ്ധിമതി, ഹോട്ടലിലേക്ക് വിളിച്ച പൊന്നു റാണി ഉണ്ടോ? വിവേകം. അടുത്തൊരു വീഡിയോ. ഇതിലൊന്നും തീരുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ചാനലിലെ തലതട്ടപ്പനുണ്ട്, വലിയ റിപ്പോർട്ടർ. അദ്ദേഹം വിളിച്ചു പോകുന്ന തെമ്മാടിത്തരങ്ങൾ തെളിവ് സഹിതം അങ്ങോട്ട് പൊളിച്ചു കീറാൻ നമുക്ക്. മാധ്യമധർമ്മം അതൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത്, അതൊക്കെ മാറ്റിവെക്ക്. പക്ഷേ ഈ വലിയ വലിയ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ ചാനലിലെ ആളുകൾ കാണിക്കുന്ന തെറ്റുകൾ തെറ്റാണെന്ന് ജനങ്ങളോട് കൊട്ടിഘോഷിച്ച് പറയാൻ അറിയാം. എന്നാൽ വലിയ തലപ്പത്തിരിക്കുന്ന വലിയ ചാനലുകളിൽ തലപ്പത്തിരുന്നു കൊണ്ട് തെമ്മാടിത്തരം കാണിക്കുന്നത് ജനങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച പിണ്ടത്തില്ല, അങ്ങ് മുങ്ങിക്കളയും, അല്ലയോ? പറയാം അതിനെപ്പറ്റി. അതിനു മുമ്പ് ഈ വീഡിയോയും കൂടി ഒന്ന് കാണും നിങ്ങൾ.
പല ആളുകളുമായി പരിചയം പുതുക്കാൻ വേണ്ടി വന്നതായിരുന്നോ റിനി ആൻഡ് ജോർജ് ഇന്നലെ നിങ്ങൾ? അതോ സലീം കുമാറേട്ടനെ കാണാൻ വന്നതാണോ? അല്ല, നിങ്ങൾ പറവൂരുകാരിയാണ്, പറവൂരിൽ എന്ത് വന്നാലും ഓടിപ്പടച്ചെത്തും, മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആ ഒരു സാധനം. പക്ഷേ ഇന്നലെ എന്തിനായിരുന്നു നിങ്ങളവിടെ പോയത്? ഒരു കല്യാണ വീട്ടിലായിരുന്നു നിങ്ങൾ പോയത്? അല്ല, ഒരു കല്യാണ വീട്ടിൽ പോയാൽ ഓക്കെ, കാണുന്നവരെയൊക്കെ ചിരിച്ച് കാണിക്കാം. ഇതെന്തിൻ്റെ ആവശ്യമായിരുന്നു? നിങ്ങൾ എന്തിനവിടെ പോയി? ആളുകൾ ഇതുപോലെ വരും, വീഡിയോ എടുക്കും, അപ്പോൾ കുറച്ചു നേരം ചിരിച്ച് കാണിച്ചാൽ നാളെ തൊട്ട് നെഗറ്റീവായിട്ട് വീണ്ടും സൈബർ ഇടത്തിൽ എനിക്ക് റീച്ച് കിട്ടും. ആ ഒരു സാധനം തലയിൽ വെച്ചിട്ടാണോ അങ്ങോട്ട് പോയത്? അല്ല, ഇതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ? എന്തെങ്കിലും ഇതിനെ നിങ്ങൾക്കൊന്ന് പറയണ്ടേ? പറയണം, നിങ്ങൾ മാന്യമായിട്ടൊന്ന് പറ താഴെ കമൻറ്റ് ബോക്സിൽ. സ്ത്രീയാണല്ലോ, അതുകൊണ്ട് മുൻഗണനയുള്ള ആൾക്കാരാണല്ലോ, നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പാടില്ലേ. അയ്യോ, നമ്മളെ അങ്ങോട്ട് കൊന്നുകളയും. അതുകൊണ്ട് വാക്കുകൾ ചുരുക്കി മാന്യമായിട്ട് പറ. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറ നിങ്ങൾ. അതോ എനിക്ക് മാത്രമേ ഉള്ളോ ഇങ്ങനെ ചൊറിച്ചില്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ട് വർത്താനം പറയണമെന്ന് തോന്നിയടേ. ഇതിനെയൊക്കെ ഡാഡി ഇല്ലാത്ത പരിപാടി എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ? അല്ല, ഇതിനെക്കാട്ടിലും വലിയ പരിപാടികൾ ചെയ്യുന്ന ചില ആളുകളുണ്ട്. നമുക്കിനി അതിലേക്ക് പോകാം. ഇതൊന്ന് കേട്ടോ. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കൂടി നിന്നവരോട് കയർക്കേണ്ടി വരുന്ന ഒരു മകനെ ഇന്നലെ കണ്ടു. ഒരു ഫോണുണ്ട്, ആരുടെ സ്വകാര്യതയിലേക്കും കടന്നു ചെല്ലുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിയന്ത്രണം വേണ്ട അരുണേട്ട എന്ന് ജ്യോതിഷ് ചോദിക്കുന്നു. 100% ജ്യോതിഷ്. ഇന്നലെ ആ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാണ് വന്നത്. ചന്തു ഗത്യന്തരമില്ലാതെയാണ് ഇന്നലെ അവിടെ ആ ഓൺലൈൻ പപ്പരാസികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നവരോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ഇനിയും അവരത് മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്കെല്ലാം അവിടെ ക്യാമറകൾ വയ്ക്കാനൊക്കെയുള്ള കൃത്യമായ സ്ഥലവും ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ വരുന്ന താരങ്ങളുടെ ഫോട്ടോ എടുക്കാനും ഇതിനിടയിൽ നിന്ന് ആഘോഷ നിമിഷങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ചില ഓൺലൈൻ പപ്പരാസികളുണ്ട്. ആ ഓൺലൈൻ പപ്പരാസികളോടാണ് താഴെ അവിടെ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ മനുഷ്യരായിരുന്നെങ്കിൽ ഇതേപോലെ വന്ന് ഈ താല്പര്യപ്രകാരം വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ കുട്ടി ചന്തു അത് ചോദിച്ചില്ല. ചന്തു ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം അതായിരുന്നു. പക്ഷേ അതല്ല ചന്തു പറഞ്ഞത്. ഒന്ന് മാറി നിൽക്കാൻ ഒടുവിൽ സഹികെട്ടാണ് അയാൾ പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് ചില സോഷ്യൽ മീഡിയകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് അതിരുവിട്ടാൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യും തെരുവിൽ എന്നുള്ളത് ഇത്തരം ഓൺലൈൻ പപ്പരാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. 100% ചന്തു ചെയ്തത് ശരിയാണ്. ചന്തുവിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്തിന് മുഖ്യമന്ത്രി വരെ പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നില്ലേ? മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ല, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നത് നമ്മളിന്നലെ കേട്ടത്. നമുക്ക് തന്നെ തോന്നി ഇത് എന്തൊരു കഷ്ടമാണ് എന്നാണ് തോന്നിയത്. അപ്പോൾ ഇത് വല്ലാതെ കുഴപ്പമായി തീരുന്നുണ്ട്. സ്വയം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. പൊന്ന് അരുൺകുമാറേ, ബഹുമാനപ്പെട്ട അരുൺകുമാറേ, നിങ്ങൾ പറയുന്നതെല്ലാം അങ്ങ് ശരിയാണല്ലയോ? കാണിച്ചു തരാം ഞാൻ അടുത്തൊരു വീഡിയോ പ്രിയപ്പെട്ടവരെ. അതിൽ ഞാൻ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിന് മുമ്പ് ചന്തു ഇന്നലെ ചെയ്തതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അവൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാട്ടിലും ആക്രമണം അവിടെ അഴിച്ചു വിട്ടേനെ, കയ്യിൽ പോയേനെ, ഇടിച്ചു പൊളിച്ചേനെ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തെ നമ്മുടെ ഒരു മാനസികാവസ്ഥ, നമ്മൾ എന്തും ചെയ്ത് കളയും. ആ പയ്യൻ അത്രേ പറഞ്ഞുള്ളൂ. അവൻ ആ പറഞ്ഞതിനകത്ത് എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല, ഒരു തരത്തിലും തെറ്റ് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അരുൺകുമാറിനോടാണ് എൻ്റെ ചോദ്യം. ഈ മെയിൻ സ്ട്രീം ചാനലുകൾക്ക് അവിടെ പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ മാത്രമേ മെയിൻ സ്ട്രീം ചാനലുകാർ നിന്നുള്ളൂ? ആണോ? ഈ ഫോണിൻ്റെ ക്യാമറയും കൊണ്ട് ചില കൂട്ടുകാരവിടെ എടുക്കാൻ നിന്നല്ലോ. അവന്മാരുടെ വീഡിയോയിൽ, അവന്മാരെടുത്ത വിഷ്വൽസിൽ ചില വലിയ വലിയ മുന്തിയ ക്യാമറകൾ അവിടെ കിടന്ന് കറങ്ങുന്നത് കാണുന്നുണ്ട്. കൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല, അതിൻ്റെ ഇടയ്ക്ക് ഈ ആളുകൾ നിന്ന് തിങ്ങി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ വലിയ ക്യാമറയും പിടിച്ചുകൊണ്ട് ചില ആൾക്കാർ പോകുന്നത് കാണുന്നുണ്ട്. അത് മെയിൻ സ്ട്രീം ചാനലുകാരല്ലേ? എന്താ അത് മിണ്ടാത്തത്? എന്താ അത് മിണ്ടാത്തത്? പോട്ടെ, ഇപ്പം ചില ആളുകൾ പറയും അല്ല അതും മറ്റേ ഓൺലൈൻ മീഡിയക്കാരാണെന്ന് പറയും. ഓക്കെ, പോട്ടെ. ചില ആളുകളുടെ ചില സാഹചര്യങ്ങളിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഈ ഒരു പരിപാടിയോട് ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് പോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അത് ഓൺലൈൻ മീഡിയക്കാർ മാത്രമല്ല, ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാരും ചെയ്യുന്നുണ്ട്. ഒരു വാർത്ത വന്നു, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു എന്താണ്, ഒരാൾ മറ്റൊരാളെ, എനിക്ക് ആ വാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കിടന്ന് തപ്പിപ്പോയത്. ഒരാൾ മറ്റൊരാളെ ഇല്ലാതെയാക്കി, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്കത്തെ ഒരു പ്രശ്നം, വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഒരുപാട് ചുരുളഴിയുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. 2 ദിവസം അത്രേ ഉള്ളൂ മെയിൻ സ്ട്രീം ചാനലുകാർ സംസാരിക്കുന്നത്. 3-ാം ദിവസം ഇല്ല. എന്തുകൊണ്ടാ? അല്ല, അതാണോ മാധ്യമധർമ്മം? ഇനിയും തിരിച്ചിങ്ങോട്ട് വരാം. ഞാൻ ഒരിക്കലും അതിൽ നിന്ന് മറ്റേ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല, ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ ഇന്നലെ നടന്നതിനകത്ത് ഞാൻ ഒരിക്കലും ഓൺലൈൻ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്യില്ല, അതോടൊപ്പം തന്നെ മെയിൻ സ്ട്രീം ചാനലുകാരെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ചില ഇടങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നലെ ടൗൺ ഹാളിൽ പോയി എടുത്തു, വിഷ്വൽസ് എടുത്തു, ജനങ്ങളെ കാണിച്ചു. ഈ അവസാന നിമിഷം, ആ ചിത ഇരിക്കാൻ പോകുന്ന ആ നിമിഷം, ആ സമയത്തൊന്ന് മാറിക്കൊടുത്തൂടെ?
ആ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിട്ടൊന്ന് മാറിക്കൊടുത്തൂടെ? മെയിൻ സ്ട്രീം ചാനലുകാർ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ? അല്ല, അതല്ലേ ചെയ്യേണ്ടത്. പിന്നെ ഈ പേഴ്സണലായിട്ട് ചില ആളുകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അരുൺ ചേട്ടൻ്റെ ചാനലിൽ ഒരു പരിപാടി കാണിച്ചു. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. 2 ചാനലുകളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുടയെടുത്താണ് ദിലീപ്. ദിലീപാണ് കുടയ്ക്കുള്ളിലൂടെ, ദിലീപാണെന്ന് തോന്നുന്നു. കുടയിൽ ദിലീപ് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഡ്രോൺ വിഷ്വൽസിനെ മറയ്ക്കാൻ വേണ്ടി ആണ് കുട ചൂടിക്കൊണ്ട് ദിലീപ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വീട്ടിൽ നിന്നും ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാവുന്നതാണ്. അങ്ങനെ ദിലീപ് കുടയാൽ മുഖം മറച്ച് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ആകാശ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ പ്രേക്ഷകർ കണ്ടിരുന്നു. ദിലീപിൻ്റെ സഹോദരനും ദിലീപിനോട് ചുറ്റുപറ്റി നിൽക്കുന്നവരും ദിലീപിൻ്റെ വീട്ടിലുണ്ട്. 15-ാം പ്രതിയായ ശരത്തും 8-ാം പ്രതിയായ ദിലീപിനോടൊപ്പം വീട്ടിൽ തന്നെയുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു. ഇപ്പോൾ ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വാഹനത്തിൽ കയറും അല്പസമയത്തിനുള്ളിൽ. ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ദിലീപ് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്. കുട ചൂടിയാണ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുഖം ക്യാമറയിൽ പതിയാത്ത വിധത്തിൽ കുട ചൂടി ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ദിലീപിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടും. നേരെ പോകുന്നത് സെഷൻസ്. ചേട്ടാ, ആരുടെയും പേഴ്സണൽ ജീവിതത്തിലേക്ക്, സ്വകാര്യതയിലേക്ക് ഇറങ്ങി ചെല്ലരുതല്ലേ? എന്തുവാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? അല്ല, ഈ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ വിട്ട സമയത്ത് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അതുപോലെ തന്നെ ആളുകൾ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മറുപടിയും കൊടുത്തില്ലല്ലോ അതിനൊന്നും. എന്തേ മറുപടിയൊന്നും കൊടുക്കാഞ്ഞത്? ഓടിയല്ല മുണ്ടും പൊക്കി. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും അയാൾ കുട പിടിച്ചേക്കുന്നതും എന്താണ് ഈ ഡ്രോണിൽ നിന്ന് മറച്ച് അയാൾക്ക് ഓടി നടക്കാനാണെന്നും എന്തൊക്കെയാണെന്ന് വിളിച്ചു പറഞ്ഞത്? അല്ല, ഇത് ആരുടെയും സ്വകാര്യതയിലേക്ക് കയറി ചെല്ലുന്നതല്ലേ? ഓക്കെ, ഒരു കേസിന്റെ പേരിൽ ചിലപ്പോൾ അയാൾ തെറ്റുകാരനും ആയിരിക്കും, ആയിക്കോട്ടെ. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അയാളുടെ കക്കൂസിനകത്ത് വരെ ചെല്ലുന്ന രീതിയിലാണല്ലോ ഡ്രോൺ വിഷ്വൽസ്. അല്ല, ഇതിന്റെ ആവശ്യം എന്താ? അല്ല, ഇതൊക്കെ വളരെ നല്ല കാര്യമല്ലേ? അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി ഒന്നും ഇതിലായിട്ടും തീരുമാനമായിട്ടില്ല, എന്നിട്ടും പുറകെ പോവാ, അതും ഡ്രോൺ വിഷ്വൽസും കൊണ്ട്. അത്രയ്ക്കും തെമ്മാടിത്തരം ഇവിടെ എന്തായാലും ആരും കാണിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെമ്മാടിത്തരം തന്നെയാണ്. വേറെ കൈൻഡ് ഓഫ് ഒരിക്കലും ഇന്നോടെ നടന്നതിനെ ഞാൻ ന്യായീകരിക്കില്ല. തെമ്മാടിത്തരം തന്നെ. അതോടൊപ്പം തന്നെ ഈ കാണിച്ചു വെച്ചതും തെമ്മാടിത്തരം തന്നെ. മെയിൻ സ്ട്രീം ചാനലുകാർ മാത്രം അങ്ങ് വലിയ ആൾക്കാരാണെന്നൊന്നും ഇവിടെ പറഞ്ഞുകൊണ്ട് വരരുതേ. സാധാരണക്കാർക്ക് അറിയാം, മനസ്സിലായോ? ഇവിടുത്തെ എല്ലാം കച്ചവടമാണ്. എല്ലാവന്മാരും ഒന്നിനൊന്നിന് മെച്ചമാണ്. നമ്മൾ ഉൾപ്പെടെ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ മറ്റേ വലിയ ആളാണെന്നൊന്നും പറയുന്നില്ലടേ. എല്ലാവരും മനുഷ്യഗണത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും ചെറ്റകളാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മനസ്സിലായില്ല? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.